പത്രോസിൻ്റെ ഒന്നാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നമുക്കിന്ന് വായിക്കാം. പത്രോസിൻ്റെ ഒന്നാം ലേഖനം 3-ാം അധ്യായം 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണത്തിങ്കൽ ഭയപ്പെടുകയും കലങ്ങുകയും അരുത്. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പിൻ. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പിൻ. ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ നിങ്ങളെ പഴിച്ചു പറയുന്നതിൽ ലജ്ജിക്കേണ്ടതിന് നല്ല മനസാക്ഷിയുള്ളവരായിരിപ്പിൻ. നിങ്ങൾ കഷ്ടം സഹിക്കണം എന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല, നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ന്. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആ പെട്ടകത്തിൽ അല്പജനം എന്നുവച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിന് ഒരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതിനായിട്ടല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രേ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു. അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടുമിരിക്കുന്നു. കഷ്ടതയിൽ കൂടി കടന്നുപോകുന്ന ഒരു കൂട്ടം വിശ്വാസികൾക്ക് എഴുതുന്ന ഒരു കത്താണ് പത്രോസ് അപ്പോസ്തലൻ്റെ 1-ാം ലേഖനം. അവർ കഷ്ടമനുഭവിക്കുന്നു. കഷ്ടമനുഭവിക്കുന്നത് നീതി നിമിത്തം ആയിരിക്കണം. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ, ബ്ലെസ്സഡ്, അനുഗ്രഹിക്കപ്പെട്ടവർ. ഇത് കർത്താവായ യേശുക്രിസ്തു തൻ്റെ ഗിരിപ്രഭാഷണത്തിലും തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. നീതി നിമിത്തം കഷ്ടം സഹിക്കുന്നവർ അവർ ഭാഗ്യവാന്മാരാണ്. അങ്ങനെ ഒരു അവസരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മെ തന്നെ ഭാഗ്യവാന്മാരെന്ന് കരുതാൻ നമുക്ക് സാധിക്കണം. എന്നാൽ പലപ്പോഴും നാം കഷ്ടമനുഭവിക്കുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം, എന്തുകൊണ്ട് ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തു എന്ന ചിന്തയായിരിക്കും നമ്മെ ഭരിക്കുന്നത്. അതിന് പകരം ഞാൻ നീതി നിമിത്തമാണ് കഷ്ടം സഹിക്കുന്നത് എന്ന വിശ്വാസം നമുക്കുണ്ടാകാനിടയാകണം. നാം തെറ്റ് ചെയ്തിട്ട് അതിൻ്റെ പേരിൽ കഷ്ടം അനുഭവിക്കുകയാണെങ്കിൽ അതിനൊരു പ്രസക്തിയുമില്ല എന്ന് അപ്പോസ്തലൻ പറയുന്നു. അതോടൊപ്പം അവരുടെ ഭീഷണത്തിങ്കൽ ഭയപ്പെടുകയും കലങ്ങുകയും അരുത് എന്നും നാം വായിക്കുന്നു. ഭീഷണി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെന്തെങ്കിലും സംഭവിച്ചു എന്നല്ല, നിങ്ങൾക്കെന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്നാണ് ആളുകൾ നമ്മെ ഭീഷണിപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് വരാൻ പോകുന്ന സമയം ബുദ്ധിമുട്ടായിരിക്കും, കഷ്ടമായിരിക്കും എന്നാണ് ഭീഷണി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവർ നിങ്ങളെ ഭീഷണിപ്പെടുത്തും. ആ ഭീഷണി നിങ്ങൾ മുഖവിലയ്ക്ക് എടുക്കരുത്. ഭയപ്പെടുത്തിയാൽ അത് കേട്ട് കലങ്ങുകയും അരുത്. കാരണം നിങ്ങൾ നീതി നിമിത്തമാണ് കഷ്ടം സഹിക്കുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, സമ്മതിച്ചു. എന്നാൽ ഭാവിയിൽ അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും. അതുകൊണ്ട് ആരും നിങ്ങളെ ഭയപ്പെടുത്താനോ ഭീഷണിപ്പെടുത്താനോ ഇടയാകരുത്. അത് കഴിഞ്ഞ് താൻ പറയുന്നു, എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പിൻ. ക്രിസ്തു, ആ വാക്കിൻ്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. ദൈവം അഭിഷേകം ചെയ്തവൻ. മിശിഹ എന്ന വാക്കാണ് ഗ്രീക്കിൽ ക്രിസ്റ്റോസ് അല്ലെങ്കിൽ ക്രിസ്തു എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നത്. ദൈവം അഭിഷേകം ചെയ്ത യേശു ക്രിസ്തു, ആ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിക്കണം. യേശുവിനെ കർത്താവ് എന്ന് വായികൊണ്ട് ഏറ്റുപറയുന്നവരാണ് രക്ഷിക്കപ്പെടുന്നത് എന്ന് റോമാലേഖനത്തിൽ നാം വായിക്കുന്നു. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ
ഒരു പടി കൂടി കടന്നു പറയുകയാണ്, ക്രിസ്തുവിനെ നിങ്ങൾ ഹൃദയത്തിൽ കർത്താവായി വിശുദ്ധീകരിക്കണം. പല ആളുകളും വായ്കൊണ്ട് കർത്താവെന്ന് പറയുന്നുണ്ട്. ചില ആളുകൾ അത് ഹൃദയത്തിൽ തട്ടാതെയാണ് പറയുന്നത് എന്ന് അവരുടെ ജീവിതം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. യേശുവിനെ കർത്താവായി അവരുടെ വീട്ടിൽ, അവരുടെ സഭയിൽ, അവരുടെ സംസാരത്തിൽ, അവരുടെ വീട്ടിലെ ഭിത്തിയിൽ, അവിടെയൊക്കെ യേശുവിനെ കർത്താവെന്ന് എഴുതി വച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പത്രോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്, നിങ്ങളുടെ ഹൃദയത്തിൽ യേശു കർത്താവായിരിക്കണം. നമുക്കറിയാം, നമ്മുടെ ഹൃദയമാണ് നമ്മുടെ വികാരങ്ങളുടെ ഇരിപ്പിടം. നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ തീരുമാനങ്ങൾ, ഇതിൻ്റെയൊക്കെ ഉറവിടമായ നമ്മുടെ ഹൃദയത്തിൽ കർത്തൃത്വം യേശുക്രിസ്തുവിനായിരിക്കണം. നാം എടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മുടെ ചിന്തകൾ, അവയുടെ കർത്തൃത്വം അല്ലെങ്കിൽ അവയെ നിയന്ത്രിക്കുവാനുള്ള അധികാരം ക്രിസ്തുവിനായിരിക്കണം. അതാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. ഇത് പുറമേ യേശുവിൻ്റെ കർത്താവെന്ന് പറയുന്നതിലും അല്പം കൂടി പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തു കർത്താവായിരിക്കണം. പത്രോസ് അപ്പോസ്തലൻ മറ്റൊരു കാര്യം കൂടി പറയുന്നു, കർത്താവായി വിശുദ്ധീകരിപ്പിൻ. വിശുദ്ധീകരിപ്പിൻ എന്ന വാക്ക് ഇംഗ്ലീഷിൽ വായിച്ചാൽ സാങ്ക്ടിഫൈ എന്ന് വെച്ചാൽ സെറ്റ് അപ്പാർട്ട്, വേർതിരിപ്പിൻ എന്നാണ്. നമുക്ക് വേണമെങ്കിൽ ഈ വാക്യം ഇങ്ങനെ വായിക്കാം, ഹൃദയങ്ങളിൽ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വേർതിരിപ്പിൻ. സെറ്റ് അപ്പാർട്ട്, വേർതിരിപ്പിൻ എന്ന വാക്കിൻ്റെ അർത്ഥം 1-ാം അധ്യായത്തിൽ നാം കണ്ടതാണ്. ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. അതേ നിലയിൽ ക്രിസ്തുവിൻ്റെ സ്ഥാനം നമ്മുടെ ഹൃദയത്തിൽ അത് വേർതിരിച്ചു വച്ചിരിക്കണം. ക്രിസ്തുവിൻ്റെ സ്ഥാനം മറ്റാരുമായോ മറ്റൊന്നുമായോ നാം പങ്കിടാൻ പാടില്ല. യേശുക്രിസ്തുവിന് നിങ്ങളുടെ ഹൃദയത്തിലുള്ള സ്ഥാനം അത് നിസ്തുലമായിരിക്കണം. യേശുക്രിസ്തുവിന് നിങ്ങൾ കൊടുക്കുന്ന പ്രാധാന്യം, അവന് നിങ്ങൾ കൊടുക്കുന്ന ബഹുമാനം, അത് മറ്റാരുമായും പങ്കിടാൻ പാടില്ല. അത് നിങ്ങളുടെ ഹൃദയത്തിലെ കാര്യമാണ് എന്നാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ കഷ്ടത അനുഭവിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ, ആ കഷ്ടത അനുഭവിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ കൂടാതെ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ നമ്മെ അകാരണമായി പഴിക്കുകയും ചെയ്യുന്നു, നമ്മെ ഭീഷണിപ്പെടുത്തുന്നു. ഇത്ര വൈഷമ്യം പിടിച്ച ഈ സന്ദർഭത്തിൽ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ പത്രോസ് അപ്പോസ്തലൻ ഈ വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഇതാണ്, നിങ്ങളുടെ ഹൃദയത്തിൽ ക്രിസ്തുവിന് 1-ാം സ്ഥാനം, ക്രിസ്തുവിന് നിങ്ങളുടെ ഹൃദയത്തിലെ കർത്തൃത്വം. അത് ചെയ്യുക. അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യമല്ല, മറ്റുള്ളവർ ചെയ്യുന്ന കാര്യമാണ്. അതാണ് 15-ാം വാക്യത്തിൻ്റെ ആദ്യത്തെ ഭാഗത്ത് നാം കാണുന്നത്. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പിൻ. ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവായി വേർതിരിക്കുക അല്ലെങ്കിൽ വിശുദ്ധീകരിക്കുക. അടുത്തതായി നടക്കാൻ പോകുന്നത്, പത്രോസ് അപ്പോസ്തലൻ അത് പറഞ്ഞിട്ടില്ല, പക്ഷേ 15-ാം വാക്യത്തിൽ നിന്നത് വ്യക്തമാണ്, നിങ്ങളുടെ സ്വഭാവം മറ്റുള്ള ആളുകൾ ശ്രദ്ധിക്കും. നിങ്ങൾ കഷ്ടതയിൽ കൂടി കടന്നു പോകുന്നു, ആളുകൾ നിങ്ങളെ ഉപദ്രവിക്കുന്നു, നിങ്ങൾ അവരോട് മറുത്ത് പറയുകയോ അവർക്കെതിരെ പ്രതികാരം ചെയ്യുകയോ അവരെ ശപിക്കുകയോ ചെയ്യാതെ അവരെ അനുഗ്രഹിക്കുന്നു, അവരെ സ്നേഹിക്കുന്നു, അവരോട് സൗമ്യതയോടെ പെരുമാറുന്നു. അപ്പോൾ ആളുകൾ ചോദിക്കും, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ പെരുമാറുന്നത്?
എന്തുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? നിങ്ങളെ ചതിക്കുന്നവർക്ക് വേണ്ടി, അവർക്ക് വേണ്ടി നിങ്ങൾ ഉപകാരം ചെയ്യുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? ആളുകൾക്ക് ന്യായമായ ഒരു സംശയം ഉണ്ടാകും. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ കർത്താവാണെങ്കിൽ അതാണ് സംഭവിക്കുക. അത് സംഭവിക്കുമ്പോൾ ആളുകൾ ഈ ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു? നിങ്ങളുടെ അടുത്ത ഉത്തരവാദിത്വം ഈ ചോദ്യങ്ങൾക്ക് ഭയഭക്തിയും സൗമ്യതയും പൂണ്ട് മറുപടി പറയുക. അതിന് തയ്യാറായിരിക്കണം. ചോദ്യം ഏതാണെന്ന് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു. ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഔട്ടായി എന്നാണ് ഈ വാക്യങ്ങളുടെ അർത്ഥം. നിങ്ങളോട് ആളുകൾ ഒരു ചോദ്യം ചോദിക്കാൻ പോകുന്നു. അതുകൊണ്ട് ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചുകൊള്ളൂ. എന്താണ് ചോദ്യം? നിങ്ങളുടെ പ്രത്യാശ, എന്തുകൊണ്ട് നിങ്ങളുടെ പെരുമാറ്റം ഇത്ര സവിശേഷതയുള്ളതായിരിക്കുന്നു എന്ന് ആളുകൾ ചോദിക്കും. ആ ചോദ്യം ചോദിക്കണമെങ്കിൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ പരീക്ഷയുടെ ചോദ്യം ഇതാണ് എന്ന് പറഞ്ഞ് പത്രോസ് അപ്പോസ്തലൻ ചോദ്യം ലീക്ക് ഔട്ട് ചെയ്യുകയാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാൻ നിങ്ങൾ തയ്യാറായിരുന്നാൽ മതി. ഈ ഉത്തരം പറയുമ്പോൾ ശരിയായ ഉത്തരം പറയുക എന്ന് മാത്രമല്ല, അതെങ്ങനെ പറയുന്നു എന്നതും പ്രാധാന്യമർഹിക്കുന്നു. ആര് ചോദിച്ചാലും പറയണം, ഏവനോടും പറയണമെന്നാണല്ലോ. രണ്ടാമത്, സൗമ്യതയോടെ സംസാരിക്കണം. അത് ഞങ്ങൾ വിശേഷപ്പെട്ട ആളുകളാണ്, ഞങ്ങൾക്ക് മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ, ആ ഒരു മനോഭാവം ഉണ്ടാകാൻ പാടില്ല. മറിച്ച് സൗമ്യതയോടെ പറയണം. രണ്ടാമത്, ഭയഭക്തിയോടെ പറയണം. കാരണം ഇത് ദൈവം നൽകിയ സന്ദേശമാണ്, ദൈവികമായ സന്ദേശമാണ്. ഭയഭക്തിയോടെ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുക. പ്രിയ സുഹൃത്തേ, ഇതാണ് ഏറ്റവും ഫലപ്രദമായ സുവിശേഷീകരണം. ഇന്ന് അനേക ആളുകൾ ബൈബിളിനെക്കുറിച്ചും ക്രിസ്തീയ മാർഗത്തെക്കുറിച്ചും പല ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. മിക്ക ആളുകളുടെയും ഉദ്ദേശം ക്രിസ്തു മാർഗം തെറ്റാണെന്നും ബൈബിൾ തെറ്റാണെന്നും തെളിയിക്കാൻ വേണ്ടിയാണ്. ചിലർ ക്രിസ്ത്യാനികളെയും ക്രിസ്തു മാർഗത്തെയും കളിയാക്കാൻ വേണ്ടിയാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഈ ചോദ്യങ്ങൾക്കെല്ലാം വളരെ കൃത്യമായ ഉത്തരം നൽകുന്ന അനേക ദൈവദാസന്മാർ ഇന്ന് ഈ ലോകത്തുണ്ട്. നല്ല കാര്യം. കാരണം ഇത് വിശ്വസിക്കുന്ന ആളുകൾക്ക് അവരുടെ ഉത്തരങ്ങൾ വളരെയധികം പ്രചോദനം നൽകുന്നു. ഞാൻ വിശ്വസിക്കുന്ന കാര്യം ശരിയാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മെ അത് സഹായിക്കുന്നു. എന്നാൽ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക വഴി ഈ ചോദ്യം ചോദിക്കുന്ന ആരും ക്രിസ്തുമാർഗത്തിലേക്ക് വരും എന്ന് വിശ്വസിക്കാൻ ന്യായമില്ല. ചില ആളുകളുണ്ട്, അവർ ആത്മാർത്ഥമായി ക്രിസ്തുമാർഗത്തെ ചോദ്യം ചെയ്തു, അതിൻ്റെ ഉത്തരം അവർക്ക് ലഭിച്ചപ്പോൾ അവർ വിശ്വസിച്ചു. എന്നാൽ ഇത്തരം ചോദ്യം ചോദിക്കുന്ന ഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കാൻ വേണ്ടിയല്ല, വിശ്വസിക്കാതിരിക്കാൻ വേണ്ടിയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എന്നാൽ ഒരു ക്രിസ്തു വിശ്വാസിയുടെ ജീവിതം കണ്ടിട്ട് അയാൾ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു എന്ന് ചോദിക്കുന്നവർ, അവരുടെ ചോദ്യം ആത്മാർത്ഥതയുള്ളതാണ്. കാരണം അവർ ക്രിസ്തു വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടായ വ്യത്യാസത്തിന് ദൃക്സാക്ഷികളാണ്. ആ മാറ്റത്തെക്കുറിച്ചാണ് അവർ ചോദിക്കുന്നത്. അങ്ങനെയുള്ളവർ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നത് തീർച്ചയായും മറ്റുള്ളവർ യേശുക്രിസ്തുവിനെ അറിയുവാൻ സഹായിക്കും. അനേകർ ഇങ്ങനെയാണ് ക്രിസ്തു വിശ്വാസികളായി തീർന്നത്. എനിക്ക് പരിചയമുള്ള ദേവേന്ദ്ര ചൗധരി, അദ്ദേഹം ആന്ധ്രയിലുള്ള ഒരു വലിയ ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്നവനാണ്. അദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു ക്രിസ്ത്യാനിയായി തീർന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഇതാണ് പറഞ്ഞത്: താൻ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. അവനൊരു ക്രിസ്തു ശിഷ്യനായിരുന്നു. അവൻ ഒരിക്കലും കോപിക്കുകയില്ല.
ആരോടും ദേഷ്യപ്പെട്ട് സംസാരിക്കുകയില്ല. ഹോക്കി കളിക്കുമ്പോൾ അവനെ വീഴിക്കാൻ ശ്രമിച്ചവരെ നോക്കി ചിരിച്ചിട്ട് അവൻ പോകും. ദേവേന്ദ്ര ചൗധരി ഈ വിദ്യാർത്ഥിയെ ശ്രദ്ധിച്ചു. ഒരിക്കൽ അവനോട് ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്? എന്താണ് നീ ഇത്ര സൗമ്യനായി പെരുമാറുന്നത്? ഇതിൻ്റെ രഹസ്യം എന്താണ്? അതിൻ്റെ ഉത്തരം ദേവേന്ദ്ര ചൗധരിയെ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനാക്കി മാറ്റി. പ്രിയ സുഹൃത്തേ, എന്നാണ് അവസാനം ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തെ നോക്കിയിട്ട് പറഞ്ഞത്, എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ, എന്തുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തനായിരിക്കുന്നത് എന്ന് അവസാനം ആരാണ് നിങ്ങളോട് ചോദിച്ചത്? അങ്ങനെ ഒരു ചോദ്യം നിങ്ങളെക്കുറിച്ച് ആളുകൾ ചോദിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന് എന്തോ തകരാറുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ വ്യത്യാസം ആളുകൾ കാണുന്നില്ല. അതുകൊണ്ടാണ് ആളുകൾ ആ ചോദ്യം ചോദിക്കാത്തത്. മറ്റുള്ളവർ നിങ്ങളുടെ ജീവിതം നോക്കി നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ചോദിക്കുന്നുണ്ടോ? ചോദിക്കണം. ആ നിലയിൽ വേണം നാം ജീവിക്കാൻ. ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ നിങ്ങളെ പഴിച്ചു പറയുന്നതിൽ ലജ്ജിക്കേണ്ടതിന് നല്ല മനസാക്ഷിയുള്ളവരുമായിരിപ്പിൻ. നിങ്ങൾ കഷ്ടം സഹിക്കുമ്പോൾ, നിങ്ങൾ നന്മ ചെയ്യുമ്പോൾ, നീതി ചെയ്യുമ്പോൾ, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, നിങ്ങൾ അൾട്ടീരിയർ മോട്ടീവ്, ദുരുദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ അവർ പരിഹസിക്കും, അപവാദം പറയും. പക്ഷേ അവർ ലജ്ജിക്കും. കണക്ക് തീർക്കുന്ന ദിവസം അവർ ലജ്ജിക്കും. അതിനുവേണ്ടി നിങ്ങളെന്ത് ചെയ്യണം? നല്ല മനസാക്ഷിയുള്ളവരായിരിക്കും. നമ്മുടെ മനസാക്ഷി ഒരിക്കലും നമ്മെ കുറ്റം വിധിക്കരുത്. നമ്മുടെ മനസാക്ഷിയും ദൈവാത്മാവും ചേർന്ന് ക്രിസ്തുവിൽ നല്ല നടപ്പ് ആയിരിക്കണം നമ്മുടേത്. നിങ്ങൾ കഷ്ടം സഹിക്കണം എന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല, നന്മ ചെയ്തിട്ട് തന്നെ അത് സഹിക്കണം. പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ കഷ്ടം സഹിക്കണം എന്നത് ദൈവഹിതമാണ്. ഒരു ക്രിസ്തുവിശ്വാസിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഒരു കഷ്ടവും സഹിക്കേണ്ട, സുഖമായി ഈ ലോകത്ത് ജീവിക്കുക, അതാണ് ദൈവം എല്ലാവരെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് എന്ന പഠിപ്പിക്കൽ അത് ശരിയല്ല. കഷ്ടമനുഭവിക്കണം എന്ന് ദൈവം പലരെക്കുറിച്ചും ആഗ്രഹിക്കുന്നു. അത് നന്മ ചെയ്തിട്ട് തന്നെ വേണം. 18 മുതലുള്ള വാക്യങ്ങളിൽ കഷ്ടം സഹിക്കുന്നതിന് നമ്മുടെ ഉദാഹരണം, നമ്മുടെ മാതൃക കർത്താവായ യേശുക്രിസ്തുവാണ്. തൻ്റെ മാതൃകയെക്കുറിച്ചാണ് പത്രോസ് അപ്പോസ്തലൻ പിന്നീട് പറയുന്നത്. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. നിങ്ങൾ നന്മ ചെയ്ത് അതിനുവേണ്ടി കഷ്ടം സഹിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനെയാണ് മാതൃകയാക്കുന്നത് എന്നാണ് പത്രോസ് പറയുന്നത്. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് കഷ്ടം സഹിച്ചു. ക്രിസ്തു കഷ്ടം അനുഭവിച്ചതിനെക്കുറിച്ച് ഈ വാക്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില സത്യങ്ങൾ പത്രോസ് അപ്പോസ്തലൻ പറയുന്നു. ക്രിസ്തുവിൻ്റെ മരണം നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിനു വേണ്ടിയാണ്. ദൈവത്തിൽ നിന്ന് അകന്ന ശത്രുക്കളായി പോയ മനുഷ്യരെ ദൈവവുമായി ബന്ധപ്പെടുത്തുവാൻ വേണ്ടിയായിരുന്നു ക്രിസ്തുവിൻ്റെ മരണം. ക്രിസ്തു നീതിമാനായി ഈ ഭൂമിയിൽ ജീവിച്ചു. നീതി കെട്ടവർക്ക് വേണ്ടിയാണ് താൻ മരിച്ചത്. ക്രിസ്തുവിൻ്റെ മരണം അവൻ്റെ പാപത്തിനു വേണ്ടിയല്ല, മറിച്ച് നീതി കെട്ടവരായ മനുഷ്യരുടെ പാപത്തിനു വേണ്ടി ആയിരുന്നു. താൻ ഒരിക്കൽ കഷ്ടമനുഭവിച്ചു എന്ന് വച്ചാൽ ക്രിസ്തുവിൻ്റെ മരണം മൂലം തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യരക്ഷ, ക്രിസ്തു വീണ്ടും മരിക്കേണ്ട ആവശ്യമില്ലാത്തവണ്ണം തൻ്റെ മരണം ഒരിക്കലായി അർപ്പിക്കപ്പെട്ട യാഗമാണ്. അത് ദൈവം അംഗീകരിച്ചു. ഒരിക്കൽ കഷ്ടമനുഭവിച്ചു. താൻ ജഡത്തിൽ മരണശിക്ഷ അനുഭവിച്ചു.
അതൊരു സ്വപ്നമായിരുന്നില്ല, അതൊരു ഹാലൂസിനേഷൻ ആയിരുന്നില്ല, മറിച്ച് ദൈവം മനുഷ്യാവതാരം എടുത്ത് ഈ ഭൂമിയിൽ വന്ന് ജഡത്തിൽ മനുഷ്യ ശരീരത്തിൽ താൻ കഷ്ടം അനുഭവിച്ചു. അത് വാസ്തവമായ കഷ്ട അനുഭവം ആയിരുന്നു. അവസാനമായി താൻ ഉയർത്തെഴുന്നേൽക്കപ്പെടുകയും ചെയ്തു. ആത്മാവിനാൽ ജീവിക്കപ്പെടുക എന്ന് ഇവിടെ പറയുന്നത് ദൈവം ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. യേശു ക്രിസ്തുവിൻ്റെ മരണം പാപപരിഹാര ബലിയായി ദൈവം അംഗീകരിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് താൻ ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയായിത്തീർന്നത്. തൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വഴി ദൈവം ക്രിസ്തുവിൻ്റെ മരണത്തെയും തൻ്റെ ജീവിതത്തെയും ദൈവപ്രസാദം ഉള്ളത് എന്ന് അംഗീകരിച്ചിരിക്കുന്നു. 19 മുതലുള്ള വാക്യങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ചില കാര്യങ്ങളാണ് നാം വായിക്കുന്നത്. പുതിയ നിയമത്തിൽ വ്യാഖ്യാനിക്കുവാൻ വളരെയധികം വൈഷമ്യമുള്ള ഒരു കാര്യമാണ് 19 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. ആത്മാവിൽ അവൻ, അതായത് ക്രിസ്തു ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ഈ വാക്യം 2 തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ക്രിസ്തു മരിച്ചു കഴിഞ്ഞ് മരണത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും ഇടയിലുള്ള സമയത്ത് താൻ പാതാളത്തിൽ ചെന്ന് മരിച്ചവരായ ആളുകളോട് സുവിശേഷം പ്രസംഗിച്ചു എന്ന ഒരു പഠിപ്പിക്കലുണ്ട്. അത് ബൈബിളിൻ്റെ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൻ്റെ പഠിപ്പിക്കലിന് ഘടകവിരുദ്ധമാണ്. കാരണം ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യർ ചെയ്ത കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവരുടെ ആത്മരക്ഷ. മരണശേഷം ഒരു അവസരമുള്ളതായി ബൈബിൾ പഠിപ്പിക്കുന്നില്ല. പിന്നെ ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്താണ്? ആത്മാവിൽ അവൻ ചെന്നു. ആത്മാവ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ്, ക്രിസ്തുവിൻ്റെ ആത്മാവ്. അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ഈ തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു എന്ന് പറയുമ്പോൾ ഇപ്പോൾ തടവിലുള്ള ആത്മാക്കളാണെങ്കിലും പ്രസംഗിച്ചത് അവർ തടവിലായിരുന്നപ്പോൾ ആയിരുന്നു എന്നർത്ഥമില്ല. എന്ന് വച്ചാൽ നോഹ പെട്ടകം പണിയുകയും 120 വർഷക്കാലം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുകയും ചെയ്ത സമയത്ത് നോഹയിലൂടെ പരിശുദ്ധാത്മാവ് അന്നുണ്ടായിരുന്ന ആളുകളോട് പ്രസംഗിച്ചു. അവർ വിശ്വസിച്ചില്ല, നശിച്ചുപോയി. അതുകൊണ്ട് ഇന്ന് അവർ തടവിലാണ്. നോഹയുടെ കാലത്ത് നോഹയിലൂടെ പ്രസംഗിച്ചത് ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. അത് വിശ്വസിക്കാതിരുന്ന ആളുകൾ ഇന്ന് തടവിലാണ്. 20-ാം വാക്യത്തിൽ ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി ഇതാണ്. ഇത് സത്യമാണ്, ലളിതമാണ്. പക്ഷേ എന്തുകൊണ്ട് ഭൂരിപക്ഷം ആളുകളും ഇത് വിശ്വസിക്കുന്നില്ല? അതിൻ്റെ ഉത്തരമാണ് 20-ാം വാക്യത്തിൽ പത്രോസ് അപ്പോസ്തലൻ നൽകുന്നത്. സത്യമായ ദൈവവചനം, ലളിതമായ ദൈവവചനം, സൗജന്യമായ ദൈവവചനം ആളുകൾ വിശ്വസിക്കാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, നോഹയുടെ കാലത്ത് എല്ലാവർക്കും രക്ഷപ്പെടാൻ വേണ്ടി പെട്ടകമൊരുക്കി. എല്ലാവരോടും ആ കാര്യം പറഞ്ഞു. ഒരു ചെലവും കൂടാതെ ആളുകൾക്ക് അതിൽ കയറാമായിരുന്നു. പക്ഷേ 8 പേർ മാത്രമേ കയറിയുള്ളൂ. സത്യവചനം വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവർ എല്ലാ കാലത്തും മെജോറിറ്റി ആയിരിക്കില്ല, ഭൂരിപക്ഷമായിരിക്കില്ല, ന്യൂനപക്ഷമായിരിക്കും എന്നാണ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. നമ്മുടെ കർത്താവും അത് തന്നെയാണ് പറഞ്ഞത്. നാശത്തിലേക്ക് പോകുന്ന വഴി വിശാലം, അതിലെ പോകുന്നവർ അനേകർ. എന്നാൽ ജീവങ്കിലേക്കുള്ള വഴിയോ അത് ഇടുക്കം, അതിലെ പോകുന്നവർ ചുരുക്കം. ഈ അന്ത്യകാലത്ത് വലിയ ഉണർവുണ്ടാകും, അനേക ആളുകൾ ദൈവഭാഗത്തേക്ക് വരുമെന്നൊക്കെയുള്ള റിപ്പോർട്ടും അത്തരത്തിലുള്ള പ്രസ്താവനകളുമൊക്കെ നാം കേൾക്കും. പക്ഷേ അത് ദൈവവചനത്തിന് ഘടകവിരുദ്ധമാണ്. ദൈവവചനം പറയുന്നു, എപ്പോഴും സത്യം വിശ്വസിക്കുകയും അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർ ഒരു ന്യൂനപക്ഷമായിരിക്കും. അത് നോഹയുടെ കാലത്ത് ശരിയായിരുന്നു, പത്രോസ് അപ്പോസ്തലൻ്റെ കാലത്ത് അത് ശരിയായിരുന്നു, ഇന്നും അത് ശരിയാണ്. പ്രളയം സ്നാനത്തിനൊരു മുൻകുറി എന്ന് ഇവിടെ വായിക്കുന്നു.
സ്നാനം ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതിനായിട്ടല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രേ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൽ നമ്മയും രക്ഷിക്കുന്നു. സ്നാനത്തിൻ്റെ ഒരു ടൈപ്പ്, ഒരു നിഴലായിട്ടാണ് പ്രളയം എന്ന് ഇവിടെ അപ്പോസ്തലൻ പറയുന്നു. പ്രളയത്തിൽ കൂടി കടന്നുപോയവരല്ല രക്ഷപ്പെട്ടത്, പെട്ടകത്തിൽ കയറിയവരാണ് രക്ഷപ്പെട്ടത്. അത് നാം പ്രത്യേകം ഓർക്കുക. അതുകൊണ്ട് വെള്ളമല്ല രക്ഷിക്കുന്നത്, പെട്ടകമാണ് രക്ഷിച്ചത്. സ്നാനമാണ് രക്ഷിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട്. മാമോദീസ ആണ് ഒരു ക്രിസ്ത്യാനിയാകുവാൻ, ഒരു ദൈവമകനായി തീരുവാനുള്ള ഏക വഴി എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അത് ശരിയാണെങ്കിൽ ഈ മാമോദീസ എല്ലാവർക്കും കൊടുക്കണം. എന്നാൽ ബൈബിൾ അതല്ല പഠിപ്പിക്കുന്നത്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ് ഒരു വ്യക്തിയുടെ രക്ഷയുടെ അടിസ്ഥാനം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി താൻ സ്നാനപ്പെടാൻ തയ്യാറാകും. കാരണം യേശുക്രിസ്തു തൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, തനിക്ക് വേണ്ടി ജീവൻ ബലി അർപ്പിച്ചു എന്ന കാര്യം മനസ്സിലാക്കുമ്പോൾ താൻ നന്ദിയുള്ളവനാവും. ആ നന്ദിയുള്ള ഹൃദയം ക്രിസ്തുവിനെ അനുസരിക്കുവാൻ അവനെ പ്രേരിപ്പിക്കും. അനുസരിക്കുവാൻ തയ്യാറാകുന്നവരാണ് സ്നാനപ്പെടുന്നത്. അപ്പോൾ വാസ്തവമായി ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച ഒരാൾ സ്നാനപ്പെടാൻ തയ്യാറാകും. അതിൻ്റെ അടിസ്ഥാനത്തിലല്ല ആ വ്യക്തി രക്ഷിക്കപ്പെടുന്നത്, എന്നാൽ രക്ഷിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വ്യക്തി സ്നാനപ്പെടുന്നത്. ഒരു ആൾ ഞാൻ രക്ഷിക്കപ്പെട്ടു, ദൈവമകനാണ്, പക്ഷേ ക്രിസ്തു പറയുന്നത് ഞാൻ അനുസരിക്കില്ല എന്ന് പറയുമ്പോൾ ആ ആളുടെ രക്ഷ വാസ്തവമാണോ എന്ന സംശയം തോന്നും. കാരണം ഇത്ര ലളിതമായ ഒരു കൽപ്പന പോലും അനുസരിക്കാൻ തനിക്ക് മനസ്സില്ല എന്ന് പറയുകയും യേശു എൻ്റെ കർത്താവാണെന്ന് പറയുകയും ചെയ്യുന്നത് തീർത്തും വിരോധാഭാസമാണ്. അതുകൊണ്ടാണ് ചില ആളുകൾ പറയുന്നത് സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന്. അതിൻ്റെ അർത്ഥം ഇതാണ്: രക്ഷിക്കപ്പെട്ടു എന്ന് പറയുകയും തന്നെ രക്ഷിച്ച യേശു ക്രിസ്തുവിനെ അനുസരിക്കാൻ മനസ്സില്ലാതിരിക്കുകയും ചെയ്യുന്നത് തീർച്ചയായും വിരോധാഭാസമാണ്. അത് ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. 22-ാം വാക്യത്തിൽ കഷ്ടം സഹിച്ച ക്രിസ്തു ഇന്ന് മഹിമയുടെ വലതുഭാഗത്ത്, വലതുഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ വലതു കൈയാണല്ലോ ശക്തി. അപ്പോൾ വലതുഭാഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശക്തിയുള്ള, പ്രാധാന്യമുള്ള സ്ഥലത്ത് താനിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ മാതൃകയായി നിങ്ങൾ കഷ്ടം അനുഭവിച്ചാൽ നിങ്ങൾക്കും വരാൻ പോകുന്ന മഹത്വത്തെക്കുറിച്ചാണ് പത്രോസ് അപ്പോസ്തലൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്രിയ സുഹൃത്തേ, നീതി നിമിത്തം കഷ്ടം അനുഭവിക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? നിങ്ങളുടെ ജീവിതത്തെ നോക്കി ആളുകൾ പറയുന്നുണ്ടോ നിങ്ങളുടെ ജീവിതത്തിനൊരു വ്യത്യാസമുണ്ട്, എന്താണ് ആ രഹസ്യം? അങ്ങനെ ആളുകൾ നിങ്ങളോട് ചോദിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അങ്ങനെ ചോദിക്കാൻ ഇടവരണം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് കഷ്ടതയുണ്ട്. എന്നാൽ അത് ദൈവഹിതപ്രകാരം അനുഭവിക്കുവാൻ, ആ കഷ്ടതയിൽ ഞങ്ങൾക്ക് അവിടുന്ന് ഞങ്ങളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് ജീവിക്കുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം, യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988022257 എന്ന നമ്പർ ഉപയോഗിക്കുക.